നമ്മളിന്ന് പൽപ്പൊടി ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി നല്ല മാവിൻ്റെ ഇല പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ മാവ്. മാവില, പേരയുടെ ഇല, ഗ്രാമ്പു ഇതൊക്കെ ചേർന്ന് നല്ല ആയുർവേദിക് പൽപ്പൊടി ഉണ്ടാക്കുന്നു. മാവിൻ്റെ ഇല കിട്ടി. ഇനി പേരയുടെ ഇല. ഇതെല്ലാം പേരക്കൊക്കെ ഉണ്ട്. പൽപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നു. ഇതാണ് മാവിൻ്റെ ഇല, പേരയുടെ ഇല. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചല്ലേ, തേച്ചോണ്ടിരുന്നത് അല്ലേ? പണ്ടത് നമ്മുടെ കാരണന്മാർ, നമ്മുടെ പ്രായമുള്ളവരൊക്കെ മാവിൻ്റെ ഇല എടുക്കും, ഒരു പേരയുടെ ഇല എടുക്കും, എന്നിട്ട് ഇതൊക്കെ അങ്ങ് ചുരുട്ടി അടിച്ച് പിടിച്ചൊക്കെ അങ്ങ് തേക്കും അല്ലേ? എന്ത് നല്ല അന്നൊക്കെ പല്ലിന് നല്ല ആരോഗ്യം. അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉമ്മിക്കരിയൊക്കെ ഇപ്പൊ നമ്മള് പാക്കറ്റ് ആക്കിയിട്ട് നമ്മള് മേടിച്ചിട്ടുണ്ട്. പൊടിയുടെ തണ്ട്, ചില ചകിരി കരിക്കട്ട, ഒരു കഷ്ണം കരിക്കട്ട രാവിലെ എടുത്ത് വാരിട്ട് കുറച്ച് നേരം കടിച്ചു വയ്ക്കും. എന്നിട്ട് അങ്ങ് തേക്കും. അതെ, നല്ല പല്ലിന് നല്ല ആരോഗ്യമാണ് ഇപ്പോഴും അല്ലെ? പല്ലിന് നല്ല ആരോഗ്യമാണ് ഇപ്പോഴും. ഇപ്പത്തെ നമ്മള് പേസ്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് പല്ല് മുഴുവൻ പിടിച്ചു പോകുന്നു, തൊലി പോകുന്നു. അപ്പൊ അത് നമ്മള് ആ മാവിന്റെ ഇല, പേരയുടെ ഇലയും പൊടിച്ച് നല്ല പൽപ്പൊടി ഉണ്ടാക്കുന്നു. നല്ല അടിപൊളി പൽപ്പൊടി. നല്ല ചെറിയൊരു ബിസിനസ് ആയിരുന്നു. നമ്മള് എല്ലാ വീട്ടിലും ഒരു ബിസിനസ് അല്ലെ? എല്ലാ വീട്ടിലും ഒരു ചെറിയതായിരുന്നു. നമ്മള് ചെറിയൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടി നടത്താൻ പറ്റിയ ബിസിനസ് ആണ് ഇത്. നമുക്ക് ഉണങ്ങിയെടുക്കാം. ഇല ആയതുകൊണ്ട് ഒന്നിലൊന്നും മുട്ടിയാലും കുഴപ്പമില്ല, വേഗം ഉണങ്ങി വരും. അടുത്ത് തട്ട് വെക്കുവാണ്. അടുക്കി വെച്ചു. ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ മഷ്റൂം ഫാമാണ് നടത്തുന്നത്. അത് മഷ്റൂം ഉണക്കുന്നതിന് വേണ്ടി മേടിച്ച മെഷീനാണിത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാട്ടെ. ഒരു ചെറിയൊരു വരുമാനത്തിന് കിട്ടിയാൽ വളരെ ഉപകാരമാണ്. നമ്മൾ ഇപ്പോഴത്തെ ജീവിത ചെലവുകൾ കൂടുന്നത്. അതും മറ്റുള്ളവർക്ക് നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ വേണ്ടി കഴിയും. ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തണലത്ത് വെച്ച് ഉണങ്ങിയിട്ട് ഇതാക്കുന്നവരും ഉണ്ട്. ഇതേപോലെ പൊടികൾ നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഡീഹൈഡ്രേറ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജലാംശം വലിച്ചു കളയുന്നു. ജലാംശം വലിച്ചു കളയുന്ന ചെറിയ ചൂടിൽ ഇതിൽ ഹീറ്റർ ഫാൻ ഉപയോഗിച്ച് നമ്മളെ ജലാംശം മാത്രം വലിച്ചു കളയുന്നു. അങ്ങനെ ജലാംശം വലിച്ചു കളഞ്ഞ സാധനമായതുകൊണ്ട് ഇത് കളർ പോകുന്നില്ല. ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉണങ്ങിയെടുക്കാം. ഹീറ്റ് ഡ്രയറിൽ വെച്ചാലും ഒരുപാട് ചൂട് വരുന്നതുകൊണ്ട് അതിന് കളർ പോകുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകൾ യൂട്യൂബിലുണ്ട്. നമ്മൾ മൈലാഞ്ചിപ്പൊടി, നമ്മുടെ താളിപ്പൊടി, നമ്മൾ ഓറഞ്ച് സ്ക്വാഷ് ഇതൊക്കെ ആക്കുന്ന വീഡിയോ ചാനലിലുണ്ട്. എല്ലാവരും കാണാൻ മറക്കല്ലേ. മാവിൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട്. മിഷീനോടായി 6 മണിക്കൂർ കൊണ്ട് നമ്മളിത് റെഡിയായി കിട്ടും. 45 ഡിഗ്രിയാണ് ഇനി ചൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ പല്ല് വെക്കുന്നതായിരിക്കും. നമ്മുടെ ഇലയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കളർ ഒന്നും പോയിട്ടില്ല. പേരയുടെ ഇലയുണ്ട്. ഗ്രാമ്പു ഒരു 10-15 എണ്ണം. എന്നാ ഗ്രാമ്പൂന്റെ നമ്മൾ അരിച്ചെടുക്കുവാണത്. ഇനി പൊടിക്കാനുണ്ട്. ഇതാ നമ്മുടെ പൽപ്പൊടി. നമ്മള് പാക്ക് ചെയ്തു കുപ്പിക്കാതാക്കുന്നു. കുറച്ച് ഉപ്പിടാം. നമ്മൾ ഈ മേടിക്കുന്ന പൽപ്പൊടിയില് അല്ലെ, പേസ്റ്റില് ഒരുപാട് കെമിക്കൽസ് ആണ്. നമ്മള് ഇപ്പൊ ഈ പേസ്റ്റ് കമ്പനിക്കാര് വരെ ഹെർബൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പാക്ക് ചെയ്യാം. അത് കവറിലേക്ക് ആക്കുവാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മാവിന്റെ ഇല, പേരയുടെ ഇല, ഗ്രാമ്പു, ഉപ്പ് വീട്ടിലുണ്ടാക്കി നമ്മൾ തന്നെ കുറച്ച് ഉപയോഗിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കാർക്കും കൊടുക്കുക. അങ്ങനെ നമുക്ക് അയൽക്കൂട്ടങ്ങളിലോ വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെ ഏതിലും അതെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയ തോതിൽ തുടങ്ങിയാൽ മതി. 17 ഗ്രാം ഉണ്ട്. ഇതുപോലെയുള്ള കുപ്പികളിൽ നമുക്ക് സപ്ലൈ ചെയ്യാം. ഇതുപോലെയുള്ള കുപ്പികളിൽ കൊടുക്കാം. എന്തായാലും അതെ എല്ലാ വീട്ടിലും ഒരു ചെറിയ ബിസിനസ് അല്ലെ, ചെറിയൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുക. ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതെ
ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ചെറിയൊരു ബിസിനസ്, ചെറിയൊരു വരുമാനത്തിന് വേണ്ടി പിന്നെ വളർന്നു വരികയാണെങ്കിൽ എത്ര വരെ എത്താനുള്ള ഏത് ബിസിനസ്സും ഇത്ര വരെ വളർത്താനുള്ള നമ്മുടെ സാഹചര്യം വേണമെങ്കിൽ നമുക്കത് വളർന്നു പോകാം. അപ്പൊ അതുപോലെ എല്ലാവരും തുടങ്ങാം. അപ്പൊ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.